ഗൈസ് വെൽക്കം ടു എജുഗ്ലോ. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെയും ചോയ്സ് ഫില്ലിങ്ങിൻ്റെ ഡേറ്റ്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും ചോദിച്ചിരുന്നു ചോയ്സ് ഫില്ലിങ്ങിന് കേരള മെഡിക്കൽ ഗവൺമെൻറ് കോളേജസിൽ ഏതൊക്കെ കോളേജസാണ് പ്രയോറിറ്റി ഓർഡർ എന്ന്. അപ്പോൾ ഈ പ്രയോറിറ്റി ഓർഡർ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണ്, കാരണം ഇത് ഓരോരുത്തർക്ക് ഡിപ്പെൻഡബിൾ ആണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ മലപ്പുറം ജീവിക്കുന്ന ഒരു മലപ്പുറത്തുള്ളൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോളേജായിട്ട് ഫസ്റ്റ് കോഴിക്കോട് കൊടുക്കുക, പിന്നെ ആ കുട്ടിക്ക് മഞ്ചേരി കൊടുക്കണമെന്ന് നല്ലത്, കാരണം ഏറ്റവും എടുത്തായിട്ട് വരുന്ന കോളേജ് മഞ്ചേരിയാണ്. പക്ഷേ ഞാൻ ഡിസ്റ്റൻസ് ഇതൊന്നുമല്ല, പക്ഷേ ബാക്കി കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് നോക്കുന്നത് വെച്ചാൽ അക്കാഡമിക്സിൽ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്, ഫാക്കൽറ്റി എക്സ്പെർട്ടൈസ്, അതുപോലെ അക്കാഡമിക് റെപ്യൂട്ടേഷൻ, എക്സാമിനേഷൻ്റെ റിസൾട്ട്, അതുപോലെ ക്ലിനിക്കൽ എക്സ്പോഷർ. ഇപ്പോൾ നമ്മളൊരു കോളേജിൽ പോയിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ പേഷ്യൻസ് എത്ര ഉണ്ട്, വെറൈറ്റി ഓഫ് കേസസ്, ഹാൻഡ്സ് ഓൺ ലേണിംഗ്, ക്ലിനിക്കൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കിയിട്ട്, പിന്നെ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ഓവറോൾ ഡെവലപ്മെൻറ്റ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഏകദേശം പ്രയോറിറ്റി ഓർഡർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഡിസ്റ്റൻസ്, നിങ്ങളുടെ വീട് എവിടെയാണോ അതിനിതാക്കിയിട്ട് നിങ്ങൾക്ക് ഈ പ്രയോറിറ്റി ഓർഡറിൽ പല മാറ്റങ്ങളും വരുത്താം. ഇത് ഞാൻ ഏകദേശം ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രയോറിറ്റി ഓർഡറാണ് പറയാൻ പോണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ഒരു കോളേജും ചെറുതല്ല, ഒരു കോളേജ് ആ കോളേജിനെക്കാട്ടി വലുതല്ല. എല്ലാ കോളേജസും കുഹാസിൻ്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. ഒരു കോളേജിൽ വെച്ച് നിങ്ങൾ പകുതി വെച്ച് നിർത്തി പോരേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും ഒരേ വാല്യൂ തന്നെയാണ്. പക്ഷേ എന്നാലും ഒരു പ്രയോറിറ്റി ഓർഡർ ഒന്നിനെക്കാട്ടിയും താഴെ മുകളിലോ അല്ല. എന്നാലും ഒരു കറക്റ്റ് പ്രയോറിറ്റി ഓർഡറാണ് ഞാൻ പറയാൻ പോകുന്നത്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൻ്റെ പ്രയോറിറ്റി ഓർഡർ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ പറയാൻ പോണത്, ഫസ്റ്റ് കോമൺലി എല്ലാവരും കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് പറയുന്നെങ്കിലും ഫസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരമാണ്. കാരണം തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ ഏകദേശം UG MBBS സീറ്റ് 250 MBBS സീറ്റാണ് ഇപ്പോൾ നിലവിൽ. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം പരമാവധി NMCൻ്റെ സൈറ്റിലൊക്കെ കയറിയിട്ട് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി. കാരണം ബാക്കിയുള്ളവർക്ക് എനിക്ക് വേറെ ആൾക്ക് മിസ്റ്റേക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം. അപ്പോൾ UGയുടെ MBBS സീറ്റ് 250 ആണ്. ഹോസ്പിറ്റൽ ബെഡ്സ് 3000+ ഉണ്ട്. PG സീറ്റ്സ് 257. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തിനാണ് ഇപ്പോൾ PG സീറ്റ്സ് നോക്കണമെന്ന്. കാരണം ഒരു കോളേജിൽ PG ഉണ്ടെങ്കിൽ ആ കോളേജ് അത്രയും നല്ലതാണെന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ PG സീറ്റിലെ കോളേജ് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. ഏകദേശം 257+ ആ ഒരു ലെവലിൽ PG സീറ്റ്സ് അവിടെ ഉണ്ട്. പിന്നെ ഈ കോളേജിൻ്റെ ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്താ വെച്ചാൽ ഹയസ്റ്റ് പേഷ്യൻറ്റ് ഫ്ലോ, പേഷ്യൻസ് കൂടുതലാണ്, എക്സലൻറ്റ് ക്ലിനിക്കൽ എക്സ്പോഷർ, ടോപ്പ് അക്കാഡമിക് റെപ്യൂട്ടേഷൻ, അഡ്വാൻസ്ഡ് റിസർച്ച് ഫെസിലിറ്റി, ബെസ്റ്റ് PG ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് UG കഴിഞ്ഞിട്ട് PGയോ സൂപ്പർ സ്പെഷ്യാലിറ്റിയോ അതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോളേജാണ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. പിന്നെ ഹോസ്പിറ്റൽ ബെഡ്സ് ഇതിൽ 3000+ ഉണ്ട്. ഇനി വരുന്തോറും കോളേജിൻ്റെ ഹോസ്പിറ്റൽ ബെഡ്സ് കുറയാണ്. പക്ഷേ അത് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട, കാരണം നിങ്ങളിപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇത്രയും പേഷ്യൻസ് നിങ്ങൾ പരിശോധിക്കൊന്നുമില്ല. നിങ്ങൾ പേര് പോയാൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടെ ഒരു പേഷ്യൻറ്റ് 2 പേഷ്യൻറ്റിനെ ഇപ്പോൾ നോക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ ഹോസ്പിറ്റൽ ബെഡ്സ് കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവാൻ നിൽക്കണ്ട. ഇവിടെ ലേശം ഹോസ്പിറ്റൽ ബെഡ്സ് കൂടുതലാണെന്നുള്ളൂ. ബാക്കി കോളേജസ് ഇതിനെക്കാട്ടി താഴെ നിലനിർത്തം. എല്ലാതും കുഹാസിൻ്റെ അണ്ടറിൽ ഒരേ വാല്യൂ ആണ്. കാരണം നിങ്ങളിത് പഠിച്ചിറങ്ങിയാൽ എവിടുന്നാണ് പഠിച്ച് ഏത് കോളേജിൽ നിന്നാണ് പാസ് ഔട്ട് ആയി ആരും ചോദിക്കില്ല. എല്ലാവരുടെ മുന്നിലും ഡോക്ടർ വന്ന് ശേഷം MBBS എന്ന് വന്ന്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്രയോറിറ്റി ഓർഡറാണ്, അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഡിസ്റ്റൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പ്രയോറിറ്റി ഓർഡർ മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരമാണ്. ഓക്കെ, അടുത്തതായി രണ്ടാമത് നോക്കുമ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്. കോഴിക്കോട് ഏകദേശം UGയുടെ MBBS സീറ്റ് 250. ഇത് ഏകദേശം ആക്യുറേറ്റ് സീറ്റാണ്. കാരണം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 250 സീറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അത് ഇടയ്ക്ക് 200 എന്ന് പറയലുണ്ട്, ചിലതിൽ 250 സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പറയേണ്ടത്. അപ്പോൾ നമ്മളൊരു ആക്യുറേറ്റ് ആയിട്ട് 250 സീറ്റ്സ് ഉണ്ട്. ഹോസ്പിറ്റൽ ബെഡ്സും 3000+ തന്നെയാണ്. PG സീറ്റ്സ് ഇവിടെ ഉള്ളത് 215+ ആണ് ഇവിടെ PG സീറ്റ്സ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഓപ്ഷനായിട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ് പറയുക. അവിടുത്തെ ഒരു ഹൈലൈറ്റ് പോയിന്റുകൾ എന്താ വെച്ചാൽ ഹൈ പേഷ്യൻ്റ് ലോഡ്, നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പറഞ്ഞ പോലെ തന്നെ ഹൈ പേഷ്യൻ്റ് ലോഡാണ്, എക്സലൻറ്റ് ക്ലിനിക്കൽ എക്സ്പോഷർ, സ്ട്രോങ് അക്കാഡമിക് എൻവയോൺമെൻറ്റ്. നോർത്ത് കേരള എന്ന് വെച്ചാൽ നോർത്തിലുള്ളവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു കോളേജാണിത് കോഴിക്കോട്. പക്ഷേ സൗത്തിലുള്ളവർ കൂടുതൽ പ്രിഫർ ചെയ്താ നമ്മുടെ തിരുവനന്തപുരം കോളേജാണ്. ഗുഡ് PG ട്രെയിനിങ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഒന്നും പ്രശ്നമല്ല ഒരു കുട്ടിക്കെങ്കിൽ ഫസ്റ്റ് ഈ 2 കോളേജ് തിരുവനന്തപുരം കോഴിക്കോട് ഏകദേശം കറക്റ്റാണ്. എന്ന് വെച്ചാൽ ഒരേ ലെവലിൽ 2 ഈക്വലായിട്ട് തന്നെ കൊടുക്കുക. എന്നാൽ 2 ഒന്നിനേക്കാൾ മുകളിൽ അങ്ങനെ പറയാൻ പറ്റില്ല, 2 ഏകദേശം ഈക്വലാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് നിങ്ങൾക്കൊരു പ്രശ്നമില്ലെങ്കിൽ ഈ 2 കോളേജിൽ ഏതെങ്കിലും ഒന്ന് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാൻ നോക്കുക. ഓക്കെ, ഇനി അടുത്ത ഓക്കെ, തേർഡായിട്ട് ഞാൻ പറയാം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയാണ്. കോട്ടയത്ത് ഏകദേശം UG MBBS സീറ്റ് 175 ആണ്. ഹോസ്പിറ്റൽ ബെഡ്സ് 1400+ ആണ്. PG സീറ്റ്സ് 190 സീറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പറയുന്നത് ഹോസ്പിറ്റൽ ബെഡ്സ് ഇപ്പോൾ നേരത്തെ 2 3000+ഉം ഇതിൽ 1400+ ആണ് കാണിക്കുന്നത്. അത് വിചാരിച്ച് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്താ പറയുക ഹോസ്പിറ്റൽ ബെഡ്സ് കുറയല്ലേ, അപ്പോൾ ഈ കോളേജ് മോശമാണോ? അങ്ങനെയല്ല. എന്താ പറയുക, നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി എല്ലാ പേഷ്യൻസിനും നോക്കാൻ പോകുന്നില്ലല്ലോ. ഇത് ഏകദേശം അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബാക്കി കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. കാരണം ഞാൻ തേർഡ് റേറ്റ് ചെയ്യുന്ന ഒരു കോളേജാണിത്. പിന്നെ ഇതിലൊരു ഹൈലൈറ്റ്സ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്ട്രോങ് അക്കാഡമിക് റെപ്യൂട്ടേഷൻ, എക്സലൻറ്റ് PG ട്രെയിനിങ്, ഹൈ പേഷ്യൻ്റ് ലോഡ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയാണ്.
ഈ ഒരു കോളേജിൻ്റെ സ്പെഷ്യാലിറ്റി പറയാനുള്ളത്. അടുത്ത 4th ഓപ്ഷനായിട്ട് ഞാൻ പറയുക ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഏകദേശം UGയുടെ MBBS സീറ്റ് 175 ആണ്. ഹോസ്പിറ്റൽ ബെഡ്സ് 1200+ ഉണ്ട്. PG സീറ്റ്സ് 80+ ഉണ്ട്. ഓക്കെ, ഞാൻ 4th ഓപ്ഷൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. ആ കോളേജിൻ്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാ വെച്ചാൽ ഗുഡ് ക്ലിനിക്കൽ എക്സ്പോഷർ ആണ്, സെൻട്രൽ കേരള റെഫറൽ സെൻറ്റർ ആണ്, സ്ട്രോങ് അക്കാഡമിക്സ്, വെൽ എക്യുപ്ഡ് ഹോസ്പിറ്റലും ആണ്. അതുകൊണ്ട് 4th ഓപ്ഷൻ തൃശ്ശൂർ. അടുത്ത 5th ഓപ്ഷനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജ് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ UG MBBS സീറ്റ് ഏകദേശം 175 സീറ്റ് ഉണ്ട്. ഹോസ്പിറ്റൽ ബെഡ്സ് 1050+ ഉണ്ട്. PG സീറ്റ്സ് 100+ ഉണ്ട്. അപ്പോൾ ഇതിലൊരു ഹൈലൈറ്റ്സ് ആയിട്ട് ഈ കോളേജിനെ പറയാൻ ഹൈ ക്ലിനിക്കൽ എക്സ്പോഷർ ആണ്, ഗുഡ് അക്കാഡമിക് പെർഫോമൻസ് ആണ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി ആണ്, ഗുഡ് പേഷ്യൻറ്റ് ഇൻഫ്ലോ ആണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ 5 ഞാൻ കോളേജസ് ഒരു ടോപ്പ് ടയറായിട്ട് പറയാൻ പോകുന്നത്. പക്ഷേ ഇതിൽ ബാക്കി കോളേജസ് ചെറുതെന്നല്ല അർത്ഥം. നിങ്ങളുടെ ഡിസ്റ്റൻസിനനുസരിച്ച് നിങ്ങൾക്ക് കോളേജിൻ്റെ ലിസ്റ്റ് മാറ്റാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് 6ാമത്തെ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പരിയാരത്തിലെ കണ്ണൂരിലെ പരിയാരം കോളേജാണ്. UG MBBS സീറ്റ് അവിടെ 100 ആണ്. ഹോസ്പിറ്റൽ ബെഡ്സ് 1200+ ആണ്. ഗവൺമെൻറ് ടേക്ക് ഓവർ. കാരണം ഈ കണ്ണൂരത്തെ ഈ പരിയാരം മെഡിക്കൽ കോളേജ് പറയുന്നത് ആദ്യം ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് ആയിരുന്നു. അതിപ്പോൾ ഈ 2018 അത് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഫുള്ളായിട്ട് ഇപ്പോൾ അതെന്താണ് ഗവൺമെൻറ് കോളേജാണ്. മുന്നേ അതൊരു സെൽഫ് ഫിനാൻസ് കോളേജ് ആയിരുന്നു. 2018 ഗവൺമെൻറ് ഫുള്ളായിട്ട് അത് ടേക്ക് ഓവർ ചെയ്ത്. ഇനി ഈ കോളേജിൻ്റെ ഹൈലൈറ്റ്സ് പറയുന്നത് ഗുഡ് ക്ലിനിക്കൽ എക്സ്പോഷർ ആണ്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ക്യാമ്പസ് ആണ്, സ്ട്രോങ് അക്കാഡമിക് സപ്പോർട്ടാണ്. അതാണ് 6ാമത്തത്. ഇനി 7ാമത്തെ ഞാൻ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളമാണ്. UG MBBS സീറ്റ്സ് 110 ഉണ്ട്. ഹോസ്പിറ്റൽ ബെഡ്സ് 700+ ആണ്. ഇതും ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്താണ് 2013. ഇതും ആദ്യം ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് ആയിരുന്നു. പിന്നെ അത് ഗവൺമെൻറ് ഏറ്റെടുത്ത് ഏകദേശം 2013 ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇപ്പോൾ അതൊരു കറക്റ്റ് ഗവൺമെൻറ് കോളേജാണ്. ഇതിൽ ഹൈലൈറ്റ്സ് ആയിട്ട് പറയാനുള്ളത് മോഡേൺ ക്യാമ്പസ് ആണ്, ഗുഡ് ക്ലിനിക്കൽ എക്സ്പോഷർ, എക്സലൻറ്റ് ലൊക്കേഷൻ, ഫാസ്റ്റ് ഡെവലപ്പിംഗ് കോളേജ്. ഓക്കെ, അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലാണ്. അവിടെ UG MBBS സീറ്റ് ഇതേപോലെ 110 ആണ്. ഹോസ്പിറ്റൽ ബെഡ്സ് 700+ വരുന്നുണ്ട്. ഇതൊരു എസിക് കോളേജാണ്. ഇപ്പോൾ എസിക് കോളേജ് നിങ്ങൾക്കറിയാം. നിങ്ങളൊരു എസിക് കോട്ടയിലെ കുട്ടിയാണെങ്കിൽ ഇവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇത്രയും കൂടി സീറ്റ് റിസർവേഷൻ ഉണ്ട്. അത് വിചാരിച്ച് ബാക്കി കാറ്റഗറിയിലെ കുട്ടികൾക്ക് സീറ്റ് ഇല്ല എന്നല്ല, അവർക്ക് ഇത്രയും കൂടി റിസർവേഷൻ ഉണ്ട്. എസിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഏകദേശം ഓൾ ഇന്ത്യ കട്ട് ഓഫിനെക്കാട്ടി ഒരു -30 -40 ആ ഒരു റേഞ്ചിലൊക്കെ മാർക്കിൽ നിങ്ങൾക്ക് ഈ എസിക് കോളേജിൽ കയറാം. ഏകദേശം 90 എസിക് കോളേജസ് ആണ് ഓൾ ഇന്ത്യയിലുള്ളത്. അതിലത്തെ ഒരു കോളേജാണ് ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലം. ഇനി കോളേജിൻ്റെ ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ആണ്, ഗ്രോയിങ് പേഷ്യൻ്റ് ലോഡാണ്, ഗുഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ 8ാമതായിട്ട് ഞാൻ വീണ്ടും ഒരു കോളേജ് പറയും. അതാണ് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരി. അവിടെ UG MBBS സീറ്റ് 110. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും 8ാമത് എന്താ 2 കോളേജ്. ബിക്കോസ് ഇത് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്ത് രണ്ടും ഏകദേശം ഒരേ റേഞ്ചിലാണ്, കൊല്ലത്തെ ഈ കോളേജ് അതുപോലെ മഞ്ചേരിത്തെ കോളേജും. പക്ഷേ നിങ്ങളുടെ ഡിസ്റ്റൻസിനനുസരിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മലപ്പുറത്തിലെ കുട്ടിയാണെങ്കിൽ കൊല്ലത്തേക്ക് പോകുന്നതിനെക്കാട്ടി എളുപ്പം മഞ്ചേരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ചേരി സെലക്ട് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടി 8ാമത്തെ കോളേജായിട്ട് ഞാൻ 2 ഈക്വലായിട്ട് വെക്കുന്നുണ്ട്. മഞ്ചേരി വെക്കുന്നുണ്ട്. UG MBBS സീറ്റ് 110 ആണ്. അവിടുത്തെ ഒരു ഹൈലൈറ്റ്സ് ആയിട്ട് ഞാൻ പറയാം ഹൈ പേഷ്യൻറ്റ് ഫ്ലോ, ഗുഡ് ക്ലിനിക്കൽ എക്സ്പോഷർ, ഫാസ്റ്റ് ഗ്രോയിങ് മെഡിക്കലാണ്. ഇനി അടുത്തതായിട്ട് 10ാമത് ഞാൻ പറയാൻ പോകുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് IIMS പാലക്കാട്. IIMS എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസ് ആണ്. അവിടെ UG MBBS സീറ്റ്സ് 100 ആണ്. ഇത് ഏകദേശം SC ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്നതാണ്. അത് വിചാരിച്ച് ഇവിടെ SCക്കാർക്ക് മാത്രമെന്നല്ല എല്ലാ കാറ്റഗറീസിനും ഇവിടെ സീറ്റ്സ് ഉണ്ട്. അതാണ് പാലക്കാടാണ് ഞാൻ 10ാമത്തെ കോളേജ്. അവിടുത്തെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ആണ്, ഡെവലപ്പിംഗ് അക്കാഡമിക് സെൻറ്റർ, ഗുഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. എന്നിട്ട് 11ാമത് ഞാൻ പറയാൻ പോകുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയാണ്. UG MBBS സീറ്റ്സ് 100 ആണ്. ഹോസ്പിറ്റൽ ബെഡ്സ് 500+ ആണ്. ഓക്കെ, ഇനി ഹൈലൈറ്റ്സിൽ പീസ്ഫുൾ ക്യാമ്പസ്, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ, ഡെവലപ്പിംഗ് ക്ലിനിക്കൽ എക്സ്പോഷർ. ഇതിൽ ഏകദേശം ഇതിൻ്റെ ഹൈലൈറ്റ്സിൽ നല്ല പേഷ്യൻറ്റ് ഫ്ലോ ഉണ്ട്, അതുപോലെ ഡെവലപ്പിംഗ് ആണ്, മോഡേൺ ആണ്, എല്ലാതും ഉണ്ട്. എന്നാൽ നമ്മൾ ഹൈലൈറ്റ്സ് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. ഇനി അടുത്ത 12th ഇതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയിലെ കൊന്നീത്തയാണ്. UG MBBS സീറ്റ്സ് 100 ആണ്. ഹോസ്പിറ്റൽ ബെഡ്സ് 500+ ആണ്. ഇവിടെ 100 സീറ്റ് ഉണ്ട്. ഹൈലൈറ്റ്സിൽ പറയാനാണെങ്കിൽ ന്യൂ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ, ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ. ഇതൊക്കെ ഏകദേശം ഇപ്പോൾ തുടങ്ങി വന്നതാണ്. അപ്പോൾ ഇത്തിരി കൂടി പുതിയതായിട്ടുള്ള കോളേജാണ്. ന്യൂ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ആണ്, ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ. അടുത്ത 13ാമതും 14ാമതും കോളേജ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 13ാമത്തെ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വയനാടാണ്. UG MBBS സീറ്റ് 50 സീറ്റാണ് അവിടെ ഉള്ളത്. ഹോസ്പിറ്റൽ ബെഡ്സ് 300+ ആണ്. ഹൈലൈറ്റ്സ് പറയുന്നത് ന്യൂ മെഡിക്കൽ കോളേജാണ്, ഡെവലപ്പിംഗ് ഫെസിലിറ്റീസ്, ഗുഡ് ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ. ഇതിൽ പറയാനുള്ള വെച്ചാൽ വയനാട് ഈ 2021 വയനാട് കോളേജ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അത് വെച്ചാൽ അത് ഡെവലപ്പിംഗ് ആണ്, അത്യാവശ്യം ഫാക്കൽറ്റി സപ്പോർട്ട് ഉണ്ട്.
പക്ഷേ എന്താണ് ഇപ്പോൾ ഈ അടുത്തായി 2021 ഈ കോളേജ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അത് 14ാമത് ഞാൻ പറയാൻ പോകുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാസർഗോഡാണ്. അവിടെ UG MBBS സീറ്റ് 50 ആണ്, ഹോസ്പിറ്റൽ ബെഡ്സ് 300+ ആണ്. ഹൈലൈറ്റ്സിൽ ഇതും എന്താണ്, പുതിയൊരു മെഡിക്കൽ കോളേജാണ്, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ, ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ. കാരണം ഇതൊക്കെ ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോളേജുകളാണ്. പക്ഷേ അത് വിചാരിച്ചത് മോശം കോളേജുകളല്ല, എല്ലാതും കുഹാസിൻ്റെ അണ്ടറിലായതുകൊണ്ട് എല്ലാത്തിനും ഒരേ വാല്യൂ തന്നെയാണ്. ഓക്കെ, അത് വിചാരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ വയനാട് മെഡിക്കൽ കോളേജിലാണ് കിട്ടിയിട്ട് അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല. കാരണം എല്ലാതും കുഹാസിൻ്റെ അണ്ടറിൽ. ആ വയനാട് മെഡിക്കൽ കോളേജിൽ കിട്ടേണ്ട ഒരു സ്കോർ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളേജസ് തന്നെയാണ് എല്ലാതും. ഓക്കെ, കാരണം കേരളത്തിലെ കുഹാസിൻ്റെ അണ്ടറിൽ വരുന്ന പൊതുവെയുള്ള എല്ലാ കോളേജസും അത്രയും നല്ല കോളേജസാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. എല്ലാവരും എന്താ പ്രയോറിറ്റി ഓർഡറിൽ വയനാട് കാസർഗോഡ് ലാസ്റ്റ് പറയണേ എനിക്ക് അവിടെ കിട്ടിയാലോ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടാവും. പക്ഷേ അതുപോലും കിട്ടാത്തവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ തമിഴ്നാട്, ആന്ധ്ര അവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ കുഹാസ്. അപ്പോൾ അത്യാവശ്യം നല്ല കോളേജാണ്. ഇതിപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഇതുവരെ അല്ലേ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. ഇപ്പോൾ നമ്മൾ ഏകദേശം 14 മെഡിക്കൽ കോളേജസിൻ്റെ ഒരു പ്രയോറിറ്റി ഓർഡർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ കോളേജസിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സസിൻ്റെ പ്രയോറിറ്റി ഓർഡർ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് വളരെ വൈസായിട്ടുള്ള നിങ്ങളുടെ ചോയ്സ് ഫില്ലിങ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഡിസ്റ്റൻസിനനുസരിച്ച് ഇപ്പോൾ മലപ്പുറം ഒരു കുട്ടിക്ക് തിരുവനന്തപുരം ചൂസ് ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പം കോഴിക്കോടാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു ഐഡിയക്ക് ഒരു ചോയ്സ് ഫില്ലിങ് ഉണ്ടാക്കുക. ഇത് ഏകദേശം ഒരു ഐഡിയ ആണ്. ഇതിൻ്റെ ഓർഡർ ഏകദേശം നിങ്ങൾ ചൂസ് ചെയ്യുക. പക്ഷേ അതിൽ നിന്ന് നിങ്ങളുടെ ഡിസ്റ്റൻസിനനുസരിച്ചുള്ള മെഡിക്കൽ കോളേജ് നിങ്ങൾ ഫസ്റ്റ് കൊടുക്കുക. ഓക്കെ, മലപ്പുറം ഒരു കുട്ടിക്ക് കോഴിക്കോട് കഴിഞ്ഞാൽ തൃശ്ശൂരോ മഞ്ചേരിയോ കൊടുക്കണം നല്ലത് തിരുവനന്തപുരത്തിനെക്കാട്ടിയും. ഓക്കെ, അത് വിചാരിച്ച് വലിയ കോളേജല്ല, എൻ്റെ കോളേജ് അത്ര വലുതല്ലല്ലോ അങ്ങനത്തെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. എല്ലാ കോളേജസും ഞാൻ വീണ്ടും പറയുന്നത് കുഹാസിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസ് ആണ്. ഓക്കെ, ഇനി ടോട്ടൽ പറയുകയാണെങ്കിൽ 1855 സീറ്റ്സാണ് നമ്മുടെ കേരളത്തിൽ MBBSനുള്ളത്. ഈ 1855 സീറ്റ്സിൽ ഏകദേശം 15% ഓൾ ഇന്ത്യ കോട്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട് 15%. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും നീറ്റിൻ്റെ കൗൺസിലിംഗ് വെയിറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ ഞാൻ പരമാവധി എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 15% ഓൾ ഇന്ത്യ കോട്ട ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓൾ ഇന്ത്യ കോട്ടയിൽ 15 പറയുമ്പോൾ ഏകദേശം 277 സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയ്ക്കാണ് MCC കൊടുക്കുന്നത്. MCCയിലേക്ക് നമ്മളെ കേരളത്തിൽ നിന്ന് കൊടുക്കും. അപ്പോൾ ടോട്ടൽ ഞാൻ പറഞ്ഞ് 1855 സീറ്റാണ്. അതിൽ നിന്ന് 15% ഓൾ ഇന്ത്യ കോട്ടയാണ്. ബാക്കി 85% സ്റ്റേറ്റ് കോട്ട. എന്ന് വെച്ചാൽ MCC വഴി നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ എടുക്കുക. എന്താ പറയുക, CE വഴി നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ എടുക്കുക. പക്ഷേ MCC വഴിയാകുമ്പോൾ നിങ്ങൾക്ക് 15% കിട്ടുള്ളൂ. അഥവാ ആകെ 277 സീറ്റിൽ നിന്നാണ് കിട്ടുക. പക്ഷേ അതിന് നല്ലത് നമ്മൾ കേരളത്തിൽ വളർന്ന കുട്ടികളല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് CEയിൽ കൊടുത്തിടുക. MCCയിൽ കൊടുക്കേണ്ടതല്ല, MCCയിലും കൊടുക്കുക, CEയിൽ കൊടുക്കുക. CEയിലാകുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ ഇവിടെ വളർന്നു വന്ന കേരളൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് 85% സ്റ്റേറ്റ് കോട്ട ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി 1578 സീറ്റ് നമുക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കണം. ഇതിൽ പറയണതിൽ ഇതാക്കണ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക്